എന്തേത്? ഏട്ടാ 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 എന്റെ ശരത്തേട്ടാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേക്ക് ഏട്ടാ. നാളെ വിഷുവായിട്ട് മോൾക്ക് എന്തേലും എടുക്കണ്ടേ? അടുക്കളയിലാണെ ഒരു വക സാധനമില്ല. നിങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വാ. എല്ലാരും കൊണ്ടാണ് രഞ്ജു നീ പറയണത്. കൊച്ചിന് ഡ്രസ് എടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അതൊന്നല്ല. പിന്നെ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. എന്റെ കൃഷ്ണ, നീ കാണുന്നില്ലേ ഈ വീട്ടിലെ കഷ്ടപ്പാട്? എന്നായിരുന്നു ഒരു ശമനം കിട്ടാം? രഞ്ജു, ഞാൻ പുറത്തു വിട്ടുതരാം. എവിടേക്കാ? എന്റെ വർത്താനം കേൾക്കാതിരിക്കും വേണ്ടി പോവാണോ? അല്ലടി, ആരുടെന്നെങ്കിലും വല്ല കാശ് കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ നോക്കട്ടെ. ഇനി ഇതും ആലോചിച്ചിട്ട് അടുത്ത പോയി കിടക്കാനല്ലേ? എന്റെ ശരത്തേട്ടാ, നിങ്ങളവിടെ നിന്നേ. ഏട്ടാ, ഇനി കാശിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് കൊണ്ടുപോയി നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി. രഞ്ജു, എനിക്കിതെവിടെ നീ കാശ്? നിങ്ങൾ നിത്യവും ആരാധിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ട് കൊണ്ടു തന്നെയാണെന്ന് കൂട്ടിക്കോ. നീ പരിഹസിക്കാതെ കാര്യം പറ. ഈ ഏട്ടന്റെ ഒരു കാര്യം, അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയപ്പോ അതിന്ന് തന്നതാ. അത് വേണ്ടായിരുന്നു രഞ്ജു. ഏട്ടനെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാ. ഒന്ന് പോടത്തടിയാ, ഒന്ന് പോയാ. പൈസ കുറച്ച് കുറവുണ്ടല്ലോ ചേട്ടാ. ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും, അടുത്ത ആഴ്ച എന്നാലും കൂട്ടിയെടുക്ക. ഓ, എന്താണത്? ആ ശരി ശരി. ആ ചേർത്ത് എവിടെ ഉണ്ട നീ? അച്ചായനൊന്ന് കാണാൻ കിട്ടണില്ല നിന്നെ. നിന്റെ ഭാര്യക്കൊക്കെ സുഖല്ലേ? കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിനിപ്പോ എങ്ങനെയുണ്ടാ? സുഖല്ലേ? ചോദിച്ചേട്ടാ, നാണം കെടുക്കരുത് ചോദിച്ചേട്ടാ. ചോദിച്ചേട്ടൻ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടാ പരനാറി, ഉളുപ്പുണ്ടോടാ നിനക്ക്? എന്റെ ഒന്ന് പൈസ മേടിച്ച് നക്കിട്ട് 4 മാസമായില്ലടാ. ഇപ്പൊ മുതലുമില്ല, പലിശ ഇല്ല. ചോദിച്ചേട്ടാ, എന്റെ ആദ്യം കാശ് കിട്ടിയാലും ഞാൻ ചോദിച്ചേട്ടന്റെ കാശ് തീർക്കാം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ വെച്ച്. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണോടാ, അല്ലാതെ 2 അപ്രന്റൈസോ നീ എന്റെ അടുത്ത് കാണിക്കല്ലേ. എന്താ ചോദിച്ചിട്ട് അവിടെ പ്രശ്നം? ഇല്ലടാ, ഒന്നുമില്ല. അവ മിണ്ടൂല. തോമസ് ഇത് കേക്കണം. ഇവന്റെ അപ്പനുണ്ടായ കാലത്ത്, ഏത് ഈ നാറിയുടെ അപ്പനുണ്ടായ കാലത്ത് ഇവര് നാട്ടിലെ വലിയ പ്രമാണികളായിരുന്നു. അന്ന് കൊട്ടാരം പോലത്തെ വീടും കച്ചവടമായിട്ട് ഞെളിഞ്ഞ് നടന്നവന്മാര് ഇവര്. പിന്നീട് കച്ചവടവും പൂട്ടി കുത്തുവാളെടുത്തപ്പോഴാണ് ഇവൻ എന്റെ അടുത്ത് വരണത്. അന്ന് എന്റെ കൈയും കാലും പിടിച്ച് പൈസ മേടിച്ചിട്ട് പോയി. എന്നിട്ട് ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. ചോദിച്ചേട്ടാ, അവൻ തരും ചോദിച്ചേട്ടാ. അവന്റെ ഇല്ലാഞ്ഞിട്ടല്ലേ? വിശ്വകല ചോദിച്ചേട്ടാ, കുറച്ച് അവധി കൂടി അവൻ ഈ കൊടുക്ക്. അല്ലേ, ഇപ്പൊ വന്നോനും പോയോനും ഒന്നായി. നമ്മുടെ പൈസക്ക് വിലയില്ല അല്ലേ? ചോദിച്ചേട്ടാ, എന്റെ ഇല്ലാഞ്ഞിട്ടല്ലേ ചോദിച്ചേട്ടാ. നാളെ വിഷയമായിട്ട് എന്റെ മോൾക്ക് ഒരു ഉടുപ്പ് വാങ്ങാൻ വരെ എന്റെ കാശില്ല. രഞ്ജുവിന്റെ അമ്മ എന്ന പെൻഷൻ കാശ് കൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ കരിയും സാധനങ്ങൾ വാങ്ങിക്കണത്. ചോദിച്ചേട്ടൻ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പൊ നിന്റെ ക്യാഷ് ഉണ്ട് എവിടാ? നോക്കട്ടെ. ചോദിച്ചേട്ടാ, അതെടുക്കല്ലേ ചോദിച്ചേട്ടാ. കൈ എടുക്കടാ അവിടെ. ചേട്ടാ വേണ്ട ചോദിച്ചേട്ടാ. നീ ഒന്നും മാറിയടാ അവിടെ നിന്ന്.
ഞാൻ പലിശ കൂട്ടിക്കൊണ്ട്. ബാക്കി നമുക്ക് പറയാട്രാ. തോമസേ പോട്രാ. എന്റെ കൃഷ്ണ, അവളോട് മോളോട് ഞാൻ എന്ത് പറയും? ആദി